ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു അല്ലേ? ഓഗസ്റ്റിൽ നടന്ന CACB ക്ലർക്ക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്മൾ കോർ ടോപ്പിക്കിൻ്റെ 50 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത 50 ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. ഒരു കാര്യം ഇപ്പോഴേ ഓർമ്മ വെച്ചിരിക്കുക, നമ്മൾ കോർ ടോപ്പിക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ അക്കൗണ്ടൻസി ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മളതിന് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ക്ലാസ്സിലൂടെയാണ് പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർ നിങ്ങളെല്ലാവരും തന്നെ എന്ത് ചെയ്യാം, ആ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം CACB ജൂനിയർ ക്ലർക്ക് എക്സാമിനേഷൻ 21 ഓഗസ്റ്റിൽ നടന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. നോക്കിയിടേ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഗ്രോസ് പ്രോഫിറ്റിൻ്റെയും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അവിടെ ഒറ്റ ഒരു കാര്യമേ വരുള്ളൂ. ഏതാണ് വരുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓർത്ത് വെക്കുക. ഗ്രോസ് പ്രോഫിറ്റിൻ്റെയും എക്സ്പെൻസിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അതിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാം അതൊരു ഓപ്പറേറ്റിംഗ് ലോസ് എന്ന രീതിയിലേക്ക് വരില്ലേ എന്നൊരു ചിന്ത വരാം. ഒരിക്കലും ഇല്ല. നമുക്കത് ഓപ്പറേറ്റിംഗ് റിലേറ്റ് ചെയ്ത മിക്കവാറും എല്ലാം പ്രോഫിറ്റിൽ തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. ദെൻ അടുത്ത ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് കംസ് അണ്ടർ ഡാഷ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് വരുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് വരുന്നത്? നോക്കി, ഏതാണ് കറണ്ട് ലയബിലിറ്റി ആണ് അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്. അപ്പം ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് കറണ്ട് ലയബിലിറ്റി. റെൻറ്റ് നമ്മൾ കൊടുക്കുക, അപ്പോൾ ലയബിലിറ്റി കൊടുക്കുക. ഇങ്ങോട്ട് നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അതൊരിക്കലും എന്താവില്ല, ലയബിലിറ്റി ആവില്ല. നമുക്കത് വന്നു ചേരുന്ന കേസാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കീ വേർഡുകൾ അല്ലെങ്കിൽ കീ ഐഡിയാസ് നമ്മൾ കണ്ടിട്ടില്ല, പലരും പറയത്തില്ല, നമ്മൾ സീക്രട്ട് കോഡുകൾ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളല്ല, ചില കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. മിക്കതിനും നമുക്ക് ആൻസർ വളരെ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. അനാലിസിസ് ഓഫ് ദ ചേഞ്ച് ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി ഫ്രം വൺ പീരീഡ് ടു അനദർ പീരീഡ്. അതായത് ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ഒരു പീരീഡിൽ നിന്ന് മറ്റൊരു പീരീഡിലേക്ക് പോകുന്ന ആ ഒരു അനാലിസിസിന് പറയുന്ന പേരെന്താണ്? ഫണ്ട് ഫ്ലോ അനാലിസിസ്. ഏതാണ്? ഫണ്ട് ഫ്ലോ അനാലിസിസ് ആണല്ലേ. ഓക്കെ, ദെൻ അടുത്തതിലേക്ക് പോകാം. ദ ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ് ഈസ് കോൾഡ്. ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റിൽ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം അതെന്താണ്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലിയർ ആണല്ലോ? അത് ഓർത്ത് വെക്കുക, വിട്ടുപോകരുത്. ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ് ആണ് കേട്ടോ. ഏതാണ്? കറണ്ട് അസറ്റ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ദ ഇൻവെൻ്ററി കംസ് അണ്ടർ ഡാഷ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഇൻവെൻ്ററി നോക്കിയേ, ഇൻവെൻ്ററി എവിടെയാണ് വരുന്നത്? ഇൻവെൻ്ററി ബാലൻസ് ഷീറ്റിൻ്റെ എവിടെയാണ് വരുന്നത്? എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? ഇൻവെൻ്ററി ഓർത്ത് വെച്ചേ, ഇൻവെൻ്ററി കറണ്ട് അസറ്റ് അല്ലേ? ഏതാണ്? കറണ്ട് അസറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന അക്കൗണ്ടൻസിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അക്കൗണ്ടൻസിയെ സംബന്ധിച്ച് കൂടുതലും അക്കൗണ്ട് ബേസ്ഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതല്ലേ ചോദിക്കേണ്ടതെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അങ്ങനെയല്ല, ചില പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനേഷൻ, അതായത് ഓഗസ്റ്റ് 21 നടന്ന എക്സാമിനേഷൻ, കുറച്ച് അക്കൗണ്ടൻസിയിൽ കുറച്ച് ഡയറക്റ്റായിട്ട് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരുന്നത്. സാധാരണ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം തിയറി നല്ലപോലെ അറിയാവുന്ന വ്യക്തികൾ, വർക്കിംഗ് എക്സ്പീരിയൻസ് അല്ല, തിയറി അത്യാവശ്യം നല്ല രീതിയിൽ അറിയാമെങ്കിൽ നമുക്കിത് ക്ലിയർ ആണ്. ഓക്കെ, ദെൻ അടുത്ത നോക്കിയേ, എ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ഫോർ എ ഫ്യൂച്ചർ പീരീഡിലേക്കുള്ള ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമുക്കറിയാം, നമ്മളൊരു ടൂർ പോകാമെന്ന് വിചാരിക്കുക. ടൂർ പോകുമ്പോൾ നമ്മൾ ആദ്യമേ മിക്ക ആളുകളും സ്ഥലമായിരിക്കും നോക്കുന്നത് അല്ലേ? പക്ഷേ ഇന്നയിടത്തൊക്കെ പോകണം എന്നായിരിക്കും ചിന്തിക്കും. പക്ഷേ വീട്ടിലുള്ള ഇപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പോലുള്ള ആളുകളാണെങ്കിലോ, നമ്മുടെ കയ്യിലുള്ള കാശിന് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അപ്പോൾ അവിടെ എപ്പോഴും ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക്, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു മുൻകരുതൽ, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഇന്ന കാര്യങ്ങൾ വേണം
ഏതാണ്? യെസ്, ബഡ്ജറ്റിംഗ്. ഏതാണ്? ബഡ്ജറ്റിംഗ്. ഓർത്ത് വെക്കുക, ബഡ്ജറ്റ് അങ്ങനെ ഒരു ഫ്യൂച്ചർ ഇനി വരാനിരിക്കുന്ന കാലങ്ങളെ സംബന്ധിച്ചിട്ട് നമുക്ക് പറയുമ്പോൾ അത് ബഡ്ജറ്റാണ്. ദെൻ നെക്സ്റ്റ് അടുത്തത് ഡാഷ് എയിംസ് അറ്റ് ദ ഫ്യൂച്ചർ ബേസ്ഡ് ഓൺ പാസ്റ്റ് ഇൻഫർമേഷൻ. പാസ്റ്റ് ഇൻഫർമേഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇനി വരാനിരിക്കുന്നത് ചെയ്യുന്നു. നേരത്തെ എമൗണ്ട് കാര്യങ്ങളാണെങ്കിൽ നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നേരത്തെ ബേസ് ചെയ്തിട്ട് ഇനിയുള്ളതിനേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എപ്പോഴും ഏതാണ്? ഫിനാൻഷ്യൽ അല്ല, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ഏതാണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ അടുത്തത് ഡിഫറൻസ് ഇൻ കോസ്റ്റ് ഡ്യൂ ടു ദ ഡിക്രീസ് ഓർ ഇൻക്രീസ് ഓഫ് പ്രൊഡ്യൂസിങ് 1 unit ഫ്രം ദ നോർമൽ പ്രൊഡക്ഷൻ. 1 unit ഫ്രം ദ നോർമൽ പ്രൊഡക്ഷൻ. ഇവിടെ നോക്കിയിട്ട് ഡിഫറൻസ് ഇൻ കോസ്റ്റ് ഡ്യൂ ടു ദി ഡിക്രീസ് ഓർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് ദ പ്രൊഡ്യൂസിങ് 1 unit ഫ്രം നോർമൽ പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു കോസ്റ്റിനെ, ആ ഒരു ഡിഫറൻസ് ഇൻ കോസ്റ്റ് എവിടെയാണ് ഡിക്രീസും ഇൻക്രീസിൻ്റെയും ഏതിൻ്റെ കാര്യമാണ്? ഒന്നിൽ നിന്ന് അടുത്ത് ഒരെണ്ണം മാത്രം എടുക്കുന്ന രീതി അതെപ്പോഴും ഏതാണ്? മാർജിനൽ കോസ്റ്റ്. ഏതാണ്? മാർജിനൽ കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് അടുത്ത് ദ അപ്രൈസൽ ടെക്നിക്ക് ഫോർ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ. ദ അപ്രൈസൽ ടെക്നിക്ക് ഫോർ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് പറയും? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്രൈസൽ ടെക്നിക്ക് ഏതാണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. ഏതാണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. തിരിഞ്ഞു പോകരുത്. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫ്യൂച്ചർ കാര്യങ്ങളെക്കുറിച്ച് പഴയ കാര്യങ്ങളെ അനുസരിച്ചിട്ട് മുന്നിലത്തെ കാര്യങ്ങൾ പോകുമ്പോൾ അത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. പിന്നെ ഇനി വരാനിരിക്കുന്ന കാര്യത്തിന് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ്, എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി വേണമെന്ന് പറയുമ്പോൾ ബഡ്ജറ്റിംഗ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ലെവൽ വന്നു, ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ ഒരു അപ്രൈസൽ നമ്മൾ എടുക്കുമ്പോൾ അത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. തിരിഞ്ഞു പോകരുത്. പലർക്കും ഈ ഒരു കേസ് വന്നിട്ട് തിരിഞ്ഞു പോകാറുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് അസറ്റ് ആൻഡ് ലയബിലിറ്റി. കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി, അതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഇത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത്. വളരെ ബേസിക് ലെവലാണ്. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ഏത് വരും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഏതാണ്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. ദെൻ നെക്സ്റ്റ് ദ പേഴ്സൺ ഹൂ ഓവ്സ് സംതിങ്. എ പേഴ്സൺ ഹൂ ഓവ്സ് സംതിങ് ഏത് വരും? ഡെപ്റ്റർ അല്ലേ. കടപ്പെട്ടിരിക്കുന്ന ആളുകളെ നമ്മളെപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ നമുക്ക് എന്തെന്ന് പറയാം? ഡെപ്റ്റർ എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദ അക്കൗണ്ട്സ് ഓഫ് ഈച്ച് ഹെഡ് ഓഫ് എക്സ്പെൻസ് ഓർ സോഴ്സ് ഓഫ് ഇൻകം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അക്കൗണ്ട്സ് ഓഫ് ഈച്ച് ഹെഡ് ഓഫ് എക്സ്പെൻസ് ഓർ സോഴ്സ് ഓഫ് ഇൻകം. അത് ഏത് തരത്തിലുള്ള അക്കൗണ്ട് ആണ് എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള അക്കൗണ്ട് ആണ് എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ളതാണ്? യെസ്, നോമിനൽ അക്കൗണ്ട്. ഏത് തരത്തിലുള്ള അക്കൗണ്ടാണ്? നോമിനൽ. ഓർത്ത് വെക്കുക, അക്കൗണ്ട്സ് ഓഫ് ഈച്ച് ഹെഡ് ഓഫ് എക്സ്പെൻസ് ഓർ സോഴ്സ് ഓഫ് ഇൻകം ആണ്. സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഏത് വരും? നോമിനൽ അക്കൗണ്ട്സ്. ദെൻ നെക്സ്റ്റ് the process of transferring the transactions from the journal into appropriate accounts in the ledger. ഓർത്ത് വെക്കുക, the process of transferring. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി പോവുക. the process of transferring transaction from journal to ledger. ലെഡ്ജറിലേക്ക് വരുന്നതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? യെസ്, പോസ്റ്റിംഗ് ആണ് അല്ലേ. ലെഡ്ജറിലേക്ക് വരുന്നതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? പോസ്റ്റിംഗ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റീഡ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ഫ്രം നോമിനൽ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നോക്കിയേ, റെക്കോർഡ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ഫ്രം നോമിനൽ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്? യെസ്, ഏതായിരുന്നു?
ജേർണൽ പ്രോപ്പർ ആണല്ലേ. ഏതാണ് ജേർണൽ പ്രോപ്പർ? ഇത് അക്കൗണ്ടൻസിയുടെ ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് അവിടെ വലിയ രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ളതൊന്നുമല്ല. ലാസ്റ്റ് തവണത്തെ എക്സാമിനേഷന് ചോദിച്ചിരുന്നത്. അടുത്തത് ഓക്കെ, ലീൻ അക്കൗണ്ടിങ് ഈസ് വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് ലീൻ അക്കൗണ്ടിങ്. ലീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ് ലീൻ അക്കൗണ്ടിങ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫിനാൻഷ്യൽ ആണോ, മാനേജീരിയൽ ആണോ, കോസ്റ്റ് ആണോ, റിയൽ? അപ്പോൾ ലീൻ എന്ന് പറയുമ്പം അതെപ്പോഴും ബേസിക്കലി റിലേറ്റ് ചെയ്ത് വരുന്നത് ഏതാണ്? മാനേജീരിയൽ അക്കൗണ്ടിങ് ആണല്ലേ. ഏതാണ്? മാനേജീരിയൽ അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് അടുത്ത്, വേർ all cash receipts are paid into the bank and all payments are made by the check, it is necessary to keep another subsidiary book is known as. ഓർത്ത് വെച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. എന്താ പറഞ്ഞിരിക്കുന്നത്? ബാങ്ക് പേയ്മെൻറ്റിനെ കുറിച്ചും ചെക്കിനെ കുറിച്ചും കാര്യങ്ങൾ പറഞ്ഞു. അതൊരു സബ്സിഡറി ബുക്കിലേക്ക് കീപ്പ് ചെയ്ത് വെക്കുന്നു. അതിന് പറയുന്ന പേരെന്താണ്? പെറ്റി ക്യാഷ് ബുക്ക് അല്ലേ. അതിന് പറയുന്ന പേരാണ് പെറ്റി ക്യാഷ്. ഇതാ ഈ ഒരു ലെവലിൽ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ ക്യാഷ് ബുക്ക് ആണോ? അല്ല. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്യാഷ് ബുക്കിൽ ഓൾറെഡി വരുമെങ്കിലും ഇതിന് മാത്രം ഒരു അനദർ സബ്സിഡറി ബുക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് വരത്തില്ല? ക്യാഷ് ബുക്ക് വരത്തില്ല, ബിൽ റിസീവബിൾ വരത്തില്ല, സെയിൽസ് ഒട്ടും വരത്തില്ല. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്ക് കൂടുതൽ ചിന്തിക്കാതെ തന്നെ ഈ ഒരു ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ദെൻ അടുത്തത് നോക്കിയേ, ദ അക്കൗണ്ട് ഇൻ വിച്ച് ഓൺലി ട്രാൻസാക്ഷൻ ഇൻ ഗുഡ്സ് ആർ ഓൺലി ഇൻക്ലൂഡഡ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ദ അക്കൗണ്ട് ഇൻ വിച്ച് ഓൺലി ട്രാൻസാക്ഷൻ ഇൻ ഗുഡ്സ് ആർ ഓൺലി ഇൻക്ലൂഡഡ്. ഏതാണ്? ഓർത്ത് വെച്ച് ഏത് അക്കൗണ്ടിനെയാണ് നമ്മൾ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻ എപ്പോഴും ഏതാണ് പറയുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് ആണല്ലേ. ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻ നമ്മൾ എപ്പോഴും പറയുന്നത് ഏതിലാണ്? ട്രേഡിംഗ് അക്കൗണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ സെയിൽസ് റിട്ടേൺ വരുന്നതിനെ കുറിച്ചൊന്നും അല്ല, ഗുഡ്സ് ട്രാൻസാക്ഷനെ കുറിച്ച് മാത്രമേ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ? പറയുന്നുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ റൂൾ debit what comes in and credit what goes out is applicable for golden principle. ഓർത്താ മതി. എന്താണ്? debit what comes in and credit what goes out. ഏത് അക്കൗണ്ടിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്? റിയൽ അക്കൗണ്ട് അല്ലേ. ഏത് അക്കൗണ്ടിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്? റിയൽ അക്കൗണ്ട് ആണ്. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ഗുഡ്സ് അക്കൗണ്ട് എന്താണ്? ഗുഡ്സ് അക്കൗണ്ട് എന്തിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്? ഏതാണ്? അതും ഗുഡ്സ് അക്കൗണ്ട് എന്തിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്? റിയൽ അക്കൗണ്ട് ആണ് അല്ലേ. ഗുഡ്സ് അക്കൗണ്ട് എന്ത് തന്നെയാണ്? റിയൽ അക്കൗണ്ട് ആണ്. ദെൻ നെക്സ്റ്റ് അടുത്തത്, വെൻ ഗുഡ്സ് റിട്ടേൺസ് ആർ അക്സെപ്റ്റഡ് ദ റിസീവർ ഓഫ് ദ ഗുഡ്സ് യൂഷ്വലി സെൻസ് എ. When goods returns are accepted, the receiver of the goods usually sends a എന്താണ്? എന്തിനെ കുറിച്ചാണ്? ഏത് വരും? ക്രെഡിറ്റ് നോട്ട് അല്ലേ. ഏത് വരും? ക്രെഡിറ്റ് നോട്ട്. അപ്പം ഈ ഞാൻ വീണ്ടും പറയുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. ഞാൻ ഇതിൻ്റെ ഒരുപാട് എക്സ്പ്ലനേഷൻ നമുക്ക് പറഞ്ഞു തന്നാൽ നമുക്ക് ഒരുപാട് ലെങ്തിലേക്ക് പോകും. അത് നിങ്ങൾക്ക് ഒരുപാട് ബോറിങ്ങിലേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് സിമ്പിളായിട്ട് പറഞ്ഞ് നിർത്തുന്നത്. മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ഓക്കെ, ദെൻ അടുത്തത് നോക്കിയേ, വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ പോയിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്? വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ പോയിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഏതാണ്? ഏതിനെയാണ് നമ്മൾ പറയുന്നത്? ഏതാണ്? ബാലൻസ് ഷീറ്റ് അല്ലേ. ഏതാണ്? ബാലൻസ് ഷീറ്റ് ആണ്. ദെൻ നെക്സ്റ്റ്, ദ എൻട്രീസ് നെസസറി ടു ട്രാൻസ്ഫർ ദ വേരിയസ് നോമിനൽ അക്കൗണ്ട്സ് ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആർ നോൺ ആസ്. ഓർത്ത് വെക്കുക. ഒന്നുകൂടെ വായിച്ച് നോക്കി അതൊന്ന് ക്ലിയർ ചെയ്തു പോയേ. ദ എൻട്രീസ് നെസസറി ടു ട്രാൻസ്ഫർ ദ വേരിയസ് നോമിനൽ അക്കൗണ്ട്സ് ടു
trading and profit and loss account are known as yes ഏതാണ് ക്ലോസിംഗ് എൻട്രീസ്. ഏതാണ് പറയുന്നത്? ക്ലോസിംഗ് എൻട്രീസ് ആണ്. ദെൻ നെക്സ്റ്റ് അടുത്തത് ഫ്രം ദ നെറ്റ് സെയിൽസ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് സബ്സ്ട്രാക്റ്റഡ് ടു അറൈവ് അറ്റ് ഒന്നുകൂടെ നോക്കിയേ. ഫ്രം ദ നെറ്റ് സെയിൽസ് the cost of the goods sold is subtracted to arrive at gross profit. ഏതാണ്? ഗ്രോസ് പ്രോഫിറ്റ്. ക്ലിയർ ആയല്ലോ? ഏത് വരും? ഗ്രോസ് പ്രോഫിറ്റ്. ഇവിടെ സിമ്പിളായിട്ട് ഞാൻ ഇവിടെ ആ വായിച്ചത് തന്നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തായിട്ട് നമുക്ക് ഒരു ബേസ് കുറച്ച് ലെവലിൽ നിൽക്കുന്നവർക്ക് തന്നെ ആ ഒരു വായിക്കുന്ന രീതിക്ക് ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മാത്രം മതി. നമുക്കിതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ഇത് എങ്ങനെ ഏത് രീതിയിൽ ചിന്തിക്കണം എന്നൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത നോക്കിയേ. നോൺ ക്യാഷ് എക്സ്പെൻസ് ഈസ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒന്ന് നോക്കിയേ. നോൺ ക്യാഷ് എക്സ്പെൻസ് ഈസ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്ത് വരും? നോൺ ക്യാഷ് എക്സ്പെൻസ്. നമ്മൾ നോൺ ക്യാഷ് എക്സ്പെൻസിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ അത് ഏതാണ് നോൺ ക്യാഷ് എക്സ്പെൻസ് എന്ന് പറയുന്നത്? ആ തേയ്മാനം സംബന്ധിച്ച് വരുന്നതാണല്ലേ. ഏത് വരും ഇവിടെ? ഡിപ്രീസിയേഷൻ അല്ലേ. ഏത് വരും? ഡിപ്രീസിയേഷൻ. ക്ലിയർ ആണല്ലോ? നോൺ ക്യാഷ്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ചില ടെക്നിക്കൽ ടേംസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ദെൻ നെക്സ്റ്റ് അടുത്തത് എ പേഴ്സൺ സെൻഡിങ് ഔട്ട് ഓഫ് ദ ഗുഡ്സ് ഈസ് കോൾഡ്. എ പേഴ്സൺ സെൻഡിങ് ഔട്ട് ദ ഗുഡ്സ് ഈസ് കോൾഡ് സെൻഡിങ് ഔട്ട് ഗുഡ്സ് ഏതാണ്? കൺസൈനർ ആണല്ലേ. ഏതാണ്? കൺസൈനർ. ഓർത്ത് വെക്കുക. കൺസൈനി എന്നുള്ളത് ഇപ്പം ഇടക്കാലത്ത് നമ്മുടെ CSEBക്ക് അക്കൗണ്ടൻസിയിൽ ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. ഇനിയുള്ള പരീക്ഷകൾക്ക് ആ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കൺസൈനി എന്ന് പറയും. അവരുടെ ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ രീതി, ആ ഒരു എഗ്രിമെൻ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് ഇഫ് ആൻ അക്കൗണ്ട് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ഹൈ റിസ്ക് ദ ഫ്രഷ് KYC documents are to be obtained after dash year. എത്ര വർഷമാണ്? ഓർത്ത് വെച്ച്. ഇഫ് ആൻ അക്കൗണ്ട് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ഹൈ റിസ്കിൽ വരികയാണെങ്കിൽ നമുക്കറിയാം. ഇപ്പോൾ നമ്മളൊരു നോർമൽ ഒരു KYC ഓക്കെ നോ യുവർ കസ്റ്റമർ നമ്മൾ 8 വർഷത്തെ സംബന്ധിച്ചിട്ടാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഓരോ 8 വർഷത്തെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ മിക്ക ആളുകളും ബാങ്കിൽ കഴിഞ്ഞ ദിവസം എന്നെ ബാങ്കിൽ വിളിച്ച് നമ്മൾ ചെന്നപ്പോൾ KYC കുറിച്ചാണ്. അന്നേരം അവർ 8 വർഷം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഹൈ റിസ്ക് വരുമ്പോൾ അത് എത്രയാണ്? 2 വർഷമാണ്. ഹൈ റിസ്കിൻ്റെ കേസ് വരുമ്പോൾ 2 വർഷം. നോർമൽ ലെവലിൽ നമ്മൾ പറയുമ്പോൾ അത് 8 വർഷത്തെ കേസ് പറയും. ഓക്കെ, 8 വർഷത്തിന് ശേഷം കൊടുത്താൽ മതി എന്നുള്ള കേസൊക്കെയാണ് പറയുന്നത്. അത് ഓർത്ത് വെക്കുക. പക്ഷേ ഹൈ റിസ്കിൻ്റെ കേസ് വരുന്ന സമയത്ത് ഒരു ഡോക്യുമെൻറ്റ്സ് എപ്പോഴും എത്ര വർഷത്തിന് ശേഷത്തേക്കാണ് അല്ലെ എത്ര വർഷം വരെയാണ് നമ്മൾ പറയുന്നത്? എപ്പോഴും 2 years ആണ് കേട്ടോ. ദെൻ അടുത്തത് KYC regulations have to be introduced in financial transaction under which regulation? ഓർത്ത് വെച്ച്. The KYC regulations have been introduced in the financial transaction under which regulation? ഏത് റെഗുലേഷൻ അനുസരിച്ചിട്ടാണ് KYCയെ സംബന്ധിച്ചിട്ട് പറയുന്നത്? ദ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ എക്സാമിനേഷൻ ചോദിച്ചപ്പോൾ ഇച്ചിരി ഒരു ഡിഫറൻ്റ് ആയിട്ട് വന്നിരുന്ന ചോദ്യം ഈ ഒരു ആക്ടിനെ കുറിച്ചുള്ളതാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എ കോപ്പറേറ്റീവ് ബാങ്ക് മേ ഇഷ്യൂ unsecured debentures or bonds within initial or original maturity of not less than debentures വരുമ്പോൾ not less than എത്ര വർഷമാണ്? not less than 10 years. not less than 10 years. ഓർത്ത് വെക്കുക. ഡിബഞ്ചേഴ്സ് എപ്പോഴും നമ്മൾ പറയുന്നത് 12 വർഷം എന്ന് ചിലപ്പോൾ ചില ടെക്സ്റ്റുകളിൽ 12 വർഷം എന്ന് കിടപ്പുണ്ട്. അതല്ല, എത്രയാണ്? 10 വർഷമാണ്. റൈറ്റ്. ഓക്കെ,
ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റിനെ നമ്മൾ എന്തെന്നും പറയുന്നുണ്ട്? ജനറൽ എൻഡോഴ്സ്മെൻറ്റ് അല്ലേ. അതായത് NI ആക്ടിന് ഇച്ചിരി പ്രാധാന്യം കൊടുത്തേക്കുക എന്നുള്ളതാണ്. NI ആക്ടിൻ്റെ കാര്യം കുറച്ച് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അക്കൗണ്ടൻസി ബാങ്കിങ് മേഖലയിൽ നിന്ന് കൂടുതൽ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞെങ്കിലും ബാങ്കിങ് മേഖലയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് NI ആക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരും. സെക്ഷനും കാര്യങ്ങളും അല്ല, ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഇനി വരുന്ന എക്സാമുകൾക്കും പ്രതീക്ഷിക്കാം. ദെൻ അടുത്ത നോക്കി, ഫോർ ഇനിഷ്യേറ്റിംഗ് റിക്കവറി proceedings under Surface Act, the minimum amount outstanding in the account should be, minimum amount നമുക്കറിയാം ഈ സർഫാക്സി ആക്ട് സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഇനിഷ്യൽ പ്രൊസീഡിങ്സ്, അപ്പോൾ ഇതിനകത്ത് കുറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഏതാണ്? 1,00,000 എപ്പോഴും ഏതാണ്? 1,00,000. നമ്മൾ പിന്നെ അതേപോലെ തന്നെ ഈ നമ്മൾ ഈ ഒരു എമൗണ്ടിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻ നമുക്കറിയാം, IMBS വരാം, നിഫ്റ്റ് വരാം, അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ട്രാൻസാക്ഷൻസ് വരുമ്പോഴുള്ള എമൗണ്ടിൻ്റെ ലിമിറ്റും കൂടെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ സർഫേസ് ആക്ട് പ്രകാരം മാത്രമല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഇലക്ട്രോണിക്സ് ട്രാൻസാക്ഷൻ സമയത്തുള്ള ലിമിറ്റ്, എമൗണ്ടിൻ്റെ ലിമിറ്റ് ഒന്ന് നോക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക് ഈസ്, ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് ആരാണ് തീരുമാനിക്കുന്നത്? ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് ആരാ തീരുമാനിക്കുന്നത്? NI ആക്ട് അല്ല, BR ആക്ട് അല്ല, പിന്നെ ആരാണ്? RBIയും അല്ല, RBIയുടെ ഗൈഡ് ലൈൻസ് ആണ്. നോക്കിയേ, അപ്പോൾ ഡിഫൈൻഡ് ഇൻ RBI ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും ഗൈഡ് ലൈൻസ് തമ്മിൽ വ്യത്യാസമാണ്. അപ്പോൾ RBI ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിലും ഒരു ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് എപ്പോഴും നമുക്ക് റിസർവ് ബാങ്ക് കുറച്ച് മാനദണ്ഡങ്ങൾ എന്നൊക്കെ പറയും, കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുക്കാറുണ്ട്. നമുക്കിപ്പോൾ തന്നെ കുറേ അർബൻ ബാങ്കിനെ സംബന്ധിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഈ RBIയുടെ എന്താണ് ഗൈഡ് ലൈൻസിൽ നിന്ന് വരുന്നതാണ് കേട്ടോ, RBI ആക്ടിൻ്റെ കാര്യമല്ലേ. ദെൻ അടുത്ത ചോദ്യം, ഇൻ ദ കേസ് ഓഫ് എ ക്യാഷ് ക്രെഡിറ്റ് അഡ്വാൻസ്, അതൊന്ന് വായിച്ചിട്ട് പറഞ്ഞേ. ആ ഒരു ക്യാഷ് ക്രെഡിറ്റ് അഡ്വാൻസിനെ സംബന്ധിച്ചിട്ടൊന്ന് പറഞ്ഞേ. നോക്കിയേ, ദ ഡ്രോയിങ് പവർ ഈസ് ഫിക്സഡ് ബട്ട് ലിമിറ്റ് ഈസ് വേരിയബിൾ. അല്ല, ലിമിറ്റ് ഈസ് ഫിക്സഡ് ബട്ട് ലിമിറ്റ് ഫിക്സഡ് ആണ്. ഡ്രോയിങ് പവർ എന്താണ്? മാറിക്കൊണ്ടിരിക്കും. ഒരു ക്യാഷ് ക്രെഡിറ്റ് നമ്മൾ അഡ്വാൻസ് ചെയ്യുമ്പോഴത്തെ കേസ് പറയുമ്പോൾ അതിൻ്റെ ലിമിറ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതിൻ്റെ ഒരു ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഇന്നത് വരെ ഉള്ളൂ എന്നുള്ള കാര്യം എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. പക്ഷേ നമുക്ക് പിൻവലിക്കുന്നതിനകത്ത് എപ്പോഴും എന്ത് ചെയ്യാം? വേരി ചെയ്തിരിക്കാം. അത് ഓർത്ത് വെക്കുക. ഇതെന്താണ്? ക്യാഷ് ക്രെഡിറ്റ് അഡ്വാൻസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻ അർബൻ ബാങ്ക് ക്യാൻ സാങ്ഷൻ എ ലോൺ ടു എ സിംഗിൾ ബോറോവർ സബ്ജക്ട് ടു ദ മാക്സിമം ഓഫ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് ടയർ 1 ക്യാപിറ്റൽ. എന്ത് വരും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആൻ അർബൻ ബാങ്ക്, ഇതിനകത്ത് ഓർത്ത് വെക്കാൻ പറ്റിയൊരു ടെക്നിക് ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്. നമ്മൾ ഈ ഒരു പേഴ്സൻറ്റേജ് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്, ഒരു ബോറോ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി, മിനിമം ഒരു ലിമിറ്റ് 10 to 20 ഒരു റേഞ്ചിൽ മിക്കപ്പോഴും നമുക്ക് കാണപ്പെടാം. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്ത് ചിന്തിക്കാം. എങ്കിലും ഇതിൻ്റെ ആൻസർ അർബൻ ബാങ്കിനെ സംബന്ധിച്ചിട്ടായതുകൊണ്ട് അതെപ്പോഴും എത്ര ശതമാനമാണ്? 15%. ഏതിൻ്റെയാണ്? ഇറ്റ്സ് ടയർ 1 ക്യാപിറ്റൽ. ടയർ 1 ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട്. ദെൻ അടുത്തത്, വൈൽ ഗ്രാൻഡിങ് ലോൺ എഗൻസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി, ദ ചാർജ് ഷുഡ് ബി. അതിന് പറയുന്ന പേര് എന്താണ്? ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം എന്താണ്? ഗ്രാൻഡിങ് ലോൺ എഗൻസ്റ്റ്
ലൈഫ് ഇൻഷുറൻസ് പോളിസിയെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ആ അതിൻ്റെ ഡോക്യുമെൻ്റ് വെച്ചിട്ട് നമ്മൾ അതിന് പറയുന്ന പേര് ചാർജ് എന്താണ്? അസൈൻമെൻറ്റ്. ഏതാണ്? അസൈൻമെൻറ്റ്. ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് പ്രൈമറി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് കേട്ടോ. പ്രൈമറി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു obtain the permission from ഡാഷ് ഫോർ ഓപ്പണിംഗ് ബ്രാഞ്ചസ്. നമ്മൾ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഇച്ചിരി മുമ്പ് നമ്മൾ RBI സംബന്ധിച്ചിട്ട് പറഞ്ഞു. അർബൻ ബാങ്കുകളുടെ ഗൈഡ് ലൈൻസിനെ കുറിച്ച് പറയുന്നു. RBI അതിൻ്റെ നിയന്ത്രണമുണ്ട്. കാരണം റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്കിലും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അർബൻ ബാങ്കുകളാകുമ്പോൾ അതിനകത്ത് ആരുടെ സാങ്ഷനും കൂടെ ആവശ്യമാണ്? RBIയുടെ സാങ്ഷനും കൂടെ ആവശ്യമാണ്. ആരുടെയും കൂടെ ആവശ്യമാണ്? RBI. ഓക്കെ അല്ലേ? ദെൻ അടുത്ത നോക്കിയുടെ വാട്ട് ടെക്നോളജി ഈസ് യൂസ്ഡ് ബൈ ദ ബാങ്ക്സ് പ്രൈമറിലി ടു ഐഡൻറ്റിഫൈ ആൻഡ് ദ പ്രോസസ് ചെക്ക്. ഓർത്ത് വെക്കുക. പ്രോസസ്സിങ് ചെക്കിൻ്റെ പ്രോസസ്സ് ആലോചിച്ച് നോക്കിയേ. ചെക്കിൻ്റെ പ്രോസസ്സ് ഏതാണ്? ചെക്കിൻ്റെ പ്രോസസ്സ് അതിലുപയോഗിക്കുന്ന ടെക്നോളജി ചെക്ക്, MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ. ഓർത്ത് വെക്കണം. ടെക്നോളജിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലെ ടെക്നോളജിയാണ് ചോദിച്ചിരിക്കുന്നത്? ചെക്കിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഏതാണ്? ദ ബാങ്ക് ഷാൽ സെറ്റിൽ ദ ക്ലെയിംസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഡിസീസ്ഡ്, മരണപ്പെട്ട് അല്ലെങ്കിൽ ലോക്കർ ഹയേഴ്സ് ആൻഡ് ഷാൽ റിലീസ് ദ കണ്ടൻസ് ഓഫ് ദ ലോക്കർ ടു സർവൈവേഴ്സ് വിത്തിൻ എ പീരീഡ് നോട്ട് എക്സീഡ്സ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ക്ലെയിം. നമ്മൾ ക്ലെയിമിനൊക്കെ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ട ആളുകളെ ലോക്കറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എത്ര ദിവസത്തിനകത്ത് വെച്ചിട്ട് അത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. എത്ര ദിവസം കൊണ്ടാണ്? 15 ദിവസം. എന്താണ് ഓർത്ത് വെച്ച്? ദ പീരീഡ് നോട്ട് എക്സീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ക്ലെയിം. നമ്മൾ ക്ലെയിം ചെയ്യുന്നതിൻ്റെ ആ ഒരു 15 ദിവസമാണ് കേട്ടോ. മരണപ്പെട്ടതല്ലേ, ഓർത്ത് വെക്കുക. ദെൻ അടുത്ത നോക്കിയേ. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ബൈ ബാങ്ക്സ് ടു ദി ഡെപ്പോസിറ്റേഴ്സ് ഓൺ ദി unclaimed interest bearing deposit amount transferred to the depositors and depositors education and awareness fund. ഓർത്തെ, ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന കാര്യമാണല്ലേ അത്. വിത്ത് എഫക്റ്റ് ഫ്രം ദ May 11, 2021 till the time of the payment to be depositor or claimant is എത്ര ശതമാനമാണ് ഓർത്ത് വെച്ച്. ഈ ഒരു സംഭവം ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റീസെൻ്റ് ആയിട്ട് വന്നതാണ്. എത്ര ശതമാനമാണ്? 3%. എത്രയാണ്? 3%. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെറ്റപ്പ് ദി കോർ ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ ടു ദി റൂറൽ ബാങ്ക്? ഓർത്ത് വെച്ച്. റൂറൽ ബാങ്ക് RBI ആണോ? അല്ല. കാരണം റൂറൽ ബാങ്കുകളെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ അതെപ്പോഴും പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത്, നമ്മൾ മൊത്തത്തിലുള്ള ബാങ്കുകളെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് RBIയിലേക്ക് പോകാം. പിന്നെ കോഓപ്പറേറ്റീവ് ബാങ്കിനകത്തെ സംബന്ധിച്ചിട്ട് അർബൻ ബാങ്കുകൾ വരുമ്പോഴാണ് RBIയിലേക്ക് വരുന്നത്. പിന്നെ റൂറൽ ബാങ്കുകളെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ പറയുമ്പോൾ അതെപ്പോഴും പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത് നബാർഡിലാണ്. ഓക്കെ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അവിടെ RBIയുടെ ഗൈഡ് ലൈൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിയന്ത്രണങ്ങൾ കൂടുതലും വരുന്നത് എപ്പോഴും ഏതിൻ്റെയാണ്? നബാർഡിൻ്റെ കീഴിലാണ് കേട്ടോ. ഏതാ? റൂറൽ ബാങ്കുകളെ സംബന്ധിച്ചിട്ടാണ്. ദെൻ അടുത്തത് ഫാക്ടറിങ്. ഫാക്ടറിങ് ഈസ് എന്താണ്? ആൻ ഈസി വേ ടു റേസിങ് ക്യാപിറ്റൽ ഫ്രം ഫാക്ടറിങ് കമ്പനി അല്ല. സെല്ലിംഗ് ഓഫ് ദ അക്കൗണ്ട് റിസീവബിൾ ടു ദി തേർഡ് പാർട്ടി അറ്റ് എ ഡിസ്കൗണ്ട്. നമ്മളൊരു തേർഡ് പാർട്ടിക്ക് വിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ടെക്നിക്കൽ ടൈമാണ് ഇത് ഫാക്ടറിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആൻസർ എന്ത് വരും? ബി. ദ സെല്ലിംഗ് ഓഫ് ദ അക്കൗണ്ട് റിസീവബിൾ ടു ദി തേർഡ് പാർട്ടി അറ്റ് എ ഡിസ്കൗണ്ട്. ഒരു ഡിസ്കൗണ്ടിൽ കൊടുക്കുക. അതാണ്ട് ഇവിടെ നോക്കിയത് ഫാക്ടറിങ് എന്തല്ല?
അതൊരു ലോങ് ടൈമിലേക്ക് പോകുന്നതല്ല. ഇപ്പം നമ്മുടെ കയ്യിൽ എക്സസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊന്ന് മാറി വരും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊരു വൈൻഡപ്പ് ചെയ്യണമെന്ന കാര്യം, അല്ലെങ്കിൽ ആ ഒരു ലെവൽ നിർത്തി വെക്കണം എന്നുള്ള കാര്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മാറ്റുന്ന ഒരു മൂന്നാമതൊരാളെ ഏൽപ്പിക്കുക എന്നുള്ള രീതിയാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫാക്ടറിങ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും ആവർത്തിച്ചിട്ട് പറയുന്നു, അക്കൗണ്ടൻസി ബാങ്കിങ് എപ്പോഴും ടെക്നിക്കൽ ടേംസിന് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിലേക്ക് ഉണ്ട്. ദെൻ നെക്സ്റ്റ് അടുത്തത്, ദ ആക്ഷൻ ഓർ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ഓർ പേയിങ് ഓഫ് എ ഡെപ്റ്റ് വിത്ത് റെഗുലർ പേയ്മെൻറ്റ്സ് ഈസ് കോൾഡ്. വിത്ത് റെഗുലർ പേയ്മെൻറ്റ്സ് ഓർത്ത് വെച്ച് ദാണ്ട് റെഡ്യൂസിങ് ഓർ പേയിങ് ഓഫ്. റെഡ്യൂസിങ് ഓർ പേയിങ് ഓഫ്. റെഡ്യൂസിങ് ഓർ പേയിങ് ഓഫ് വരുമ്പോൾ നമുക്ക് ഏതിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്? സബ്വെൻഷൻ ആണോ? അല്ല. മോർട്ടേഷൻ ആണോ? അല്ല. പിന്നെ ഏതാണ്? അമോർട്ടൈസേഷൻ. ഏതാണ്? അമോർട്ടൈസേഷൻ. ക്ലിയർ ആണല്ലോ? അമോർട്ടൈസേഷൻ. ദാണ്ട് ഓർത്ത് വെക്കേണ്ടത് ദ പ്രോസസ് ഓഫ് അല്ലെങ്കിൽ ആക്ഷൻ. ഇതൊരു ടെക്നിക്ക് എന്ന് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. വിച്ച് ടെക്നിക്ക് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓഫ് റെഡ്യൂസിങ് പേയിങ് ഓഫ്. റെഡ്യൂസിങ് ഓർ പേയിങ് ഓഫ് ആണ്. ഓക്കെ, ഏതിനെ സംബന്ധിച്ചിട്ട്? ഒരു റെഗുലർ പേയ്മെൻറ്റിനെ സംബന്ധിച്ചിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ മിനിമം റേറ്റ് സെറ്റ് ബൈ RBI below which the banks are not allowed to lend to its customer. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്ന കുറച്ച് റേറ്റുകളുണ്ട് ബാങ്കിലെ, അതിൽ നിന്നുള്ള ചോദ്യമാണ്. എന്താ പറയുന്നതിന്? ഓർത്ത് വെച്ച്, ഡാഷ് ഈസ് ദ മിനിമം റേറ്റ് സെറ്റ് ബൈ ആരാണ് എടുക്കുന്നത്? RBI ആണ്. ബിലോ വിച്ച് ദ ബാങ്ക്സ് ആർ നോട്ട് അലൗഡ് ടു ലെൻഡ് ടു ഇറ്റ്സ് കസ്റ്റമർ. ഏതാണ്? ബേസ് റേറ്റ്. പലരും ഇതിൻ്റെ ആൻസർ ബാങ്ക് റേറ്റ് എന്നാണ് ഓപ്റ്റ് ചെയ്തത്, പക്ഷേ ഇതല്ല, ബേസ് റേറ്റ് ആണ്. അത് മനസ്സിലാക്കുക കേട്ടോ. ദെൻ അടുത്ത നോക്കിയേ. ദ റിഡക്ഷൻ ഇൻ ദ റിപ്പോ റേറ്റ് മീൻസ്. ദ റിഡക്ഷൻ ഇൻ റിപ്പോ റേറ്റ് എന്താണ്? റിഡക്ഷൻ ഇൻ റിപ്പോ റേറ്റിലുള്ള റിഡക്ഷൻ എന്ത് വരും? മൊബിലൈസേഷൻ ആണോ? ഒരിക്കലും അങ്ങോട്ട് പോകില്ല കേട്ടോ. ദ ഇൻഡസ്ട്രീസ് മേ ബി ഏബിൾ ടു ഗെറ്റ് ദ ലോൺസ് അറ്റ് എ ചീപ്പർ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്രം ലെൻഡേഴ്സ്. വളരെ കുറച്ച് റേറ്റിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ലെവലിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? എവിടെ കൊടുക്കുന്നത്? ആ റിഡക്ഷൻ. ഏതിൽ? റിപ്പോ റേറ്റിൽ കൊടുക്കുന്ന റിഡക്ഷനും കാര്യങ്ങളും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തത്. IFSC അതിനകത്ത് എത്ര നമ്പറുകളുണ്ട്? എത്ര ഡിജിറ്റ് ആണുള്ളത്? ഒന്ന് പറഞ്ഞ്. IFSCക്കകത്ത് IFSC കോഡ് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ? എത്ര എണ്ണം വരും? എത്ര ഡിജിറ്റാണ് വരുന്നത്? ഒരു മിനിറ്റ്. എത്ര ഡിജിറ്റാണ്? 11 ഡിജിറ്റ്. ക്ലിയർ ആണല്ലോ? IFSC കോഡിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് എത്ര ഡിജിറ്റാണ് വരുന്നത്? 11 ഡിജിറ്റ്. പിന്നെ അതേപോലെ തന്നെ IFSC മാത്രമല്ല, ഇതേപോലെ വരുന്ന മറ്റു കാര്യങ്ങളുണ്ട്, ഓർത്ത് വെക്കുക കേട്ടോ. MICR കോഡിനകത്ത് വരുന്ന ഡിജിറ്റ്സും എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഓക്കെ, ദെൻ അടുത്തത് സബ്പ്രൈം ലെൻഡിങ് റേറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. സബ്പ്രൈം ലെൻഡിങ് റേറ്റ് എന്തിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നുണ്ട്? എന്തിനാണ്? സബ്പ്രൈം ലെൻഡിങ് റേറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹയർ ക്രെഡിറ്റ് റിസ്ക് കേട്ടോ. ഏതാണ്? ഹയർ ക്രെഡിറ്റ് റിസ്ക്. ദെൻ നെക്സ്റ്റ് അടുത്തത്, ഈ ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഇൻറ്റു ദ ഇലക്ട്രോണിക് ഫോം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി പോവുക, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നതിനെ ഡിജിറ്റലൈസേഷൻ എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. പക്ഷേ അങ്ങനെയല്ല, അതെന്ത് ചെയ്യുന്നുണ്ട്? ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് ആക്സസ് ഫ്രം എവിടുന്ന് വേണേലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതി ഡിജിറ്റലൈസേഷനാണ്. പക്ഷേ ഇവിടെ ഡിജിറ്റലൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ആപ്റ്റായിട്ട് വരുന്ന ഏതാണ്? ഡീമെറ്റീരിയലൈസേഷൻ. ആ മെറ്റീരിയലിനെ മറ്റേതിലേക്ക് മാറ്റുന്നു. ആ ഒരു ഫോം നമുക്കറിയാം, ഡിജിറ്റ് 0, 1, അതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം ഏത്? ഡിജിറ്റ്സ്. ആ ഒരു ഫോം ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് അടുത്തത് 47. RBI ഡസ് നോട്ട് ഹാവ് ആൻ ഓഫീസ് ഇൻ. ഇതൊരു ജനറലൈസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് RBIയുടെ ഫുൾ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് മാത്രമേ അറിയാം. ഏതാണ്?
ഗുൽബർഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗുൽബർഗയിൽ എന്തില്ല? ആർ ബി ഐയുടെ ഒരു ബ്രാഞ്ച് ഇല്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഓഫീസ് ഇല്ല. നമുക്ക് ഇവിടെ കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ രണ്ടിടത്തുണ്ട് അല്ലേ? അപ്പോൾ അത് ഓർത്ത് വെക്കുക. ദെൻ അടുത്തൊരു കേസ്, ഫോർ റീറ്റെയിൽ ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡിങ് സീനിയർ സിറ്റിസൺസ് ദി മിനിമം ടെൻഡ്യൂർ ഫോർ എ ബാങ്ക് ഫിക്സ്ഡ് ദ ഡെപ്പോസിറ്റ്. എത്ര ദിവസം വരെയാണ് നമുക്കിത് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം സിമ്പിൾ ഒരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസമാണ്? 7 ദിവസം. ഓർത്ത് വെക്കുക. നമ്മുടെ ഇത് നോക്കുമ്പോൾ ഓരോ ഡെപ്പോസിറ്റിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഫിക്സഡ് ഡെപ്പോസിറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ആർ ബി ഐ? ആർ ബി ഐയുടെ ഫങ്ഷൻ അല്ലാത്തത് ഏതാണ്? ആർ ബി ഐയുടെ ഫങ്ഷൻ അല്ലാത്തത് നമുക്കറിയാം, ആക്ടിങ് ആസ് എ ബാങ്കർ ടു ഗവൺമെൻറ് ആണ്, കീപ്പിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആണ്, പിന്നെ റെഗുലേറ്ററി ക്രെഡിറ്റ് ആണ്. പക്ഷേ നോക്കിയേടെ 1 രൂപയുടെ നോട്ടും കോയിനും അടിക്കുന്നത് ആരല്ല? ആർ ബി ഐ അല്ല അല്ലേ? അത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്തിട്ടിരിക്കുക. ഈ 1 രൂപ നോട്ടിൻ്റെയും കോയിൻസിൻ്റെയൊക്കെ നിർമ്മാണം അത് ഇഷ്യൂ ചെയ്യുന്ന ആരാണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്ക് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ വെൻ എ കസ്റ്റമർ ഓപ്പൺസ് ആൻ അക്കൗണ്ട് വിത്ത് എ ബാങ്ക് ആൻഡ് ഇഫ് ദ അക്കൗണ്ട് ഹാസ് എ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്, then the banker customer relationship will be. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സ്ഥിതിക്ക് ബാങ്കർ കസ്റ്റമർ, ക്രെഡിറ്റ് ബാങ്കിൽ കിടപ്പുണ്ട്. അപ്പോൾ ഡെപ്റ്റർ ക്രെഡിറ്റർ, ഏത് റിലേഷൻഷിപ്പാണ്? ഡെപ്റ്റർ ക്രെഡിറ്റർ. ഓക്കെ അല്ലേ? അപ്പം നമ്മളുടെ അടുത്ത 50 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത്. അതായത് 21 ഓഗസ്റ്റിൽ നടന്ന CSEB-യുടെ ക്ലറിക്കൽ എക്സാമിനേഷൻ്റെ കോർ ടോപ്പിക്കൽ 2 പാർട്ടായിട്ടാണ് നമ്മളെടുത്തത്. പാർട്ട് 1, പാർട്ട് 2. നമ്മൾ പാർട്ട് 1ൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. മാത്രമല്ല നമ്മൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്, എനിക്കറിയാം നമ്മുടെ ഓടിച്ച് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലും കുറച്ച് കണ്ടൻസ് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ക്ലാസ്സും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, ഈ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും അത് കാണുക. നിങ്ങൾക്ക് ആവശ്യമായുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ നൽകുന്നതാണ്. പിന്നെ ഇനി വരാനിരിക്കുന്ന എക്സാമിനേഷൻ നല്ല രീതിയിൽ തന്നെ എഴുതുക. ഇപ്പം നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും അത് നല്ല രീതിയിൽ നല്ല എക്സാമിനേഷൻ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെല്ലാവരും അത് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, ഓൾ ദ ബെസ്റ്റ്. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.